നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ് കർവേച്ചർ ആൻഡ് നോർമൽ വെക്ടേഴ്സ് ഓഫ് എ കർവ് എന്നുള്ളതാണ് ഹെഡിങ്. നോട്ട് ഞാൻ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നോക്കി നോട്ട് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. കർവേച്ചർ ആൻഡ് നോർമൽ വെക്ടേഴ്സ് ഓഫ് എ കർവ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കർവേച്ചർ എന്താണെന്നുള്ളതാണ്. കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കേർവിൻ്റെ വരുന്ന ബെൻഡിങ് അത് മെഷർ ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യും, ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുവാണെങ്കിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ പൊസിഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുത്തെ ടാൻജൻറ്റിൻ്റെ പൊസിഷൻ ഇങ്ങനെ, ഇവിടെ എത്തുമ്പോൾ ടാൻജൻറ്റിൻ്റെ പൊസിഷൻ ഇങ്ങനെ വന്നു, ഇവിടെ എത്തുമ്പോൾ ടാൻജൻറ്റിൻ്റെ പൊസിഷൻ ഇങ്ങനെ വന്നു, ഇവിടെ എത്തിയപ്പോഴത്തേക്കും ടാൻജൻറ്റ് ഇങ്ങനെയായി, ഇവിടെ എത്തിയപ്പോൾ ടാൻജൻറ്റ് ഇങ്ങനെയായി, ഇവിടെ എത്തുമ്പോൾ ടാൻജൻറ്റ് ഇങ്ങനെയായി. അപ്പം പോയിന്റ് മാറുന്നതനുസരിച്ച് ടാൻജൻറ്റിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പം ആ ടേണിങ് അത് എത്രത്തോളം ടേൺ ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പോയിന്റ് അടുത്ത പർട്ടിക്കുലർ പോയിന്റോട്ട് വരുമ്പോഴത്തേക്കും ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറാണ് ആക്ച്വലി ഇവിടെ മെഷർ ചെയ്യുന്നത്. കാരണം ഈ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് അതിൻ്റെ ലെങ്ത് എപ്പോഴും കോൺസ്റ്റൻറ്റ് 1 ആയിരിക്കും അല്ലേ. ടി ബാർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് മോഡുലസ് ഓഫ് ടി ബാർ എന്ന് പറയുന്നത് എപ്പോഴും 1 അത് യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് അതിൻ്റെ മോഡുലസ് വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയറക്ഷന് മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പം ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ടാൻജൻറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു എസ്, അതിനെയാണ് നമ്മൾ കർവേച്ചറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ്, അതിൻ്റെ ആ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ കർവേച്ചർ ഓഫ് ദി കേർവായിട്ട് ഡിഫൈൻ. ഇപ്പോൾ ഒരു കേർവ് മൂവ് ചെയ്യുമ്പോൾ അത് വലിയ ഇതൊക്കെ വരുമ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ വലിയൊരു കേർവ് ഇവിടെ പെട്ടെന്നൊരു കേർവ് വന്നു, പക്ഷേ ഇവിടെയൊക്കെ എത്തിയപ്പോൾ ചെറുതായ ഒരു ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ വലിയ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ കർവേച്ചറിന് പെട്ടെന്ന് ചേഞ്ച് വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നു, പിന്നെ ഇതിങ്ങനെ വന്നു, ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ വന്നപ്പം പെട്ടെന്നൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കർവേച്ചർ വലുതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെയൊക്കെ കർവേച്ചർ മൂവ് അതിൻ്റെയൊക്കെ ടാൻജൻറ്റ് പോകുന്നത്. അപ്പം വലിയ ചേഞ്ച് ഇല്ലാത്തടത്ത് കർവേച്ചർ 0യോട് വളരെ അടുത്തായിരിക്കും, അല്ലാത്തപ്പോൾ കർവേച്ചർ വലുതാണ് എന്ന് നമ്മൾ പറയാൻ പറ്റും. അപ്പം ടേണിങ്, ആ ഒരു കേർവിൻ്റെ ടേണിങ് മെഷർ ചെയ്യുന്നതാണ് ആക്ച്വലി കർവേച്ചർ എന്ന് പറയുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് ദ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ടേൺസ് എന്നുള്ളതാണ് ആക്ച്വലി കർവേച്ചറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പം കർവേച്ചർ വലുതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ടാൻജൻറ്റിന് ഭയങ്കരമായ ടേണിങ് വന്നു. അതിൻ്റെ മീനിങ് എന്താണ്? കേർവിന് ഒരു ബെൻഡിങ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം കേർവ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുവാണെങ്കിൽ അവിടുത്തെ ടാൻജൻറ്റിന് ചേഞ്ച് വല്ലതും ഉണ്ട്. ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ എപ്പോഴും സെയിം തന്നെ ആയിരിക്കും അല്ലേ. അവിടെ റേറ്റ് ഓഫ് ചേഞ്ച്, അപ്പം ടാൻജൻറ്റ് എപ്പോഴും ഒരേ ഡയറക്ഷൻ നിൽക്കുന്നത് കൊണ്ട് അതിന് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഡി ടി ബൈ ഡി എസ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി യൂണിറ്റ് ടാൻജൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ആർക്ക് ലെങ്ത് എസ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ അതിൻ്റെ മോഡുലസ് വാല്യൂവിനെയാണ് നമ്മൾ കർവേച്ചർ ഓഫ് ദി കർവ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡി ടി ബൈ ഡി എസ് വലുതാണ് എങ്കിൽ, അതിൻ്റെ മോഡുലസ് വാല്യൂ വലുതാണ് എങ്കിൽ നമ്മൾ പറയും അതിന് ഭയങ്കരമായ ടേണാണ്. ഭയങ്കരത്തെ ടേണിംഗ് ഒക്കെ വരുമ്പോഴാണ് അത് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് 0യോട് വളരെ അടുത്തായിരിക്കും കിടക്കുന്നത്. അപ്പം കർവേച്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ്. പക്ഷേ അതിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ കാപ്പ എന്നുള്ള നൊട്ടേഷൻ, ഗ്രീക്ക് സിമ്പിൾ കാപ്പയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ കർവേച്ചറിന് ഈ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ടി ബാർ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ടി ആയിരിക്കും അല്ലേ. ടി ബാർ എന്ന് പറയുന്നത് നമുക്ക് വി ബാർ ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ആയതുകൊണ്ട് അത് ഫങ്ഷൻ ഓഫ് ടി ആയിരിക്കും. അപ്പം നമുക്ക് ടി വെച്ച് സ്മോൾ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് എളുപ്പം. അപ്പം നമുക്ക് കാപ്പായെ നമുക്ക് മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഡി ടി ബൈ ഡി എസിന് പകരം ടി ബാറിനെ നമ്മൾ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ആ സ്മോൾ ടിയെ എസ് വെച്ച് ചെയ്തു. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ആക്ച്വലി യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ടി ബാർ ഈസ് എ ഫങ്ഷൻ ഓഫ് സ്മോൾ ടി ആണ്. അപ്പം ടി എ എസ് വെച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ ടി എ സ്മോൾ ടി വെച്ച് ചെയ്തിട്ട് സ്മോൾ ടി എ എസ് വെച്ച് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചെയിൻ റൂൾ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് രണ്ടാക്കാമല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ് ആണ്. ഇനി മോഡുലസ് ഓഫ് ഡി എസ് ബൈ ഡി ടി ആണെങ്കിൽ അത് 1 അത് വി ബാർ. അപ്പോൾ നമുക്കിതിനെ 1 അപ്പോൾ ഇതിനെ ഡി ടി ബൈ ഡി എസിൻ്റെ മോഡുലസ് ഇൻറ്റു 1 മോഡുലസ് ഓഫ് ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാലോ, സ്പ്ലിറ്റ് ചെയ്ത്. സോ 1 മോഡുലസ് ഓഫ് ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്നത് നമ്മുടെ ഡി എസ് ബൈ ഡി ടി നമ്മുടെ സ്പീഡാണ്. അപ്പോൾ അത് 1 മോഡുലസ് ഓഫ് വി ബാർ. അപ്പം മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി ആയിരുന്നു, ഞാൻ ഇതിന് മാറിപ്പോയത്. മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി ഇൻറ്റു 1 മോഡുലസ് ഓഫ് വി ബാർ എന്ന് പറയും.
അപ്പം കർവേച്ചറിൻ്റെ ഫോർമുല നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. നമ്മൾ ഫോർമുല പറഞ്ഞപ്പോൾ മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ് എന്ന് പറഞ്ഞാലും പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 1 മോഡുലസ് ഓഫ് വി ബാർ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി ആണ്. അപ്പം കർവേച്ചർ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ടി ബാർ കണ്ടുപിടിക്കണം. യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ടി ബാർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, എന്നിട്ട് ആ ഡി ടി ബൈ ഡി ടിയുടെ മോഡുലസ് കാണുന്നു, പിന്നെ വെലോസിറ്റി വെക്ടറിൻ്റെ മോഡുലസ്. അത് ഓൾറെഡി ടി ബാർ കണ്ടുപിടിച്ചാൽ മുമ്പ് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അപ്പം കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ദി ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് ആണ് നമ്മൾ കർവേച്ചറായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോർമുല മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ് ആണ്. ഇനി നമുക്ക് അതിന് ഇൻ ടേംസ് ഓഫ് സ്മോൾ ടിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് 1 മോഡുലസ് ഓഫ് വി ബാർ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി നമുക്ക് കിട്ടും. ഇനി ഒരു പ്രോബ്ലം ആണ്, അത് നമുക്ക് നോട്ടിലോട്ട് ചെയ്യേണ്ടതാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാവുന്നതാണ്. ഷോ ദാറ്റ് ദ കർവേച്ചർ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് 0. Show that the curvature of a straight line is 0. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനെ നമുക്ക് ആദ്യം പാരാമെട്രൈസ് ചെയ്യണം. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് അതായിരിക്കും, ദ സ്ട്രെയിറ്റ് ലൈൻ ക്യാൻ ബി പാരാമെട്രൈസ്ഡ് ആസ് ആർ ബാർ ഓഫ് ടി ഈക്വൽ ടു സി ബാർ പ്ലസ് ടി ഇൻറ്റു വി ബാർ. അതാണ് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ. അത് നമുക്ക് സിലബസിൽ പഠിക്കാനില്ലാത്ത പോർഷന് വരുന്നതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഒക്കെ പാരാമെട്രൈസേഷൻ വേറൊരു സെക്ഷൻ, അത് നമുക്ക് സിലബസിലില്ല. അപ്പോൾ ഈ ഒരു ഫോർമുല കാണാതെ ഓർത്തിരിക്കണേ. ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് സി ബാർ പ്ലസ് ടി വി ബാർ where vector c and vector v, c bar and v bar, are constant vectors. The parametric equation of the straight line is c bar plus t v bar, where c and v are constant vectors. Vector c and v are constant vectors. Therefore, velocity vector v bar of t equal to dr by dt. ഇനി സി ബാർ കോൺസ്റ്റൻറ്റ് വെക്ടർ ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0. ടി ഇൻറ്റു വി ബാറിനകത്ത് വി ബാർ കോൺസ്റ്റൻ്റ് ആണ്, ടിയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ വി ബാർ നോക്കും. അപ്പോൾ വെലോസിറ്റി വെക്ടർ വി ബാർ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വെക്ടർ വി ബാർ. ഇനി നമുക്ക് മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ബാർ നമുക്ക് പറയാം. Therefore, unit tangent vector t bar is equal to modulus of v bar by modulus of v bar, where v bar is a constant vector. ഇവിടെ ഈ v ബാറും വെലോസിറ്റി വെക്ടറും കൂടെ മാറിപ്പോകരുത്. വെലോസിറ്റി വെക്ടർ v bar of t ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിനെ v1 എന്നോ വല്ലതും വിളിച്ചോ കേട്ടോ, അതായിരിക്കും നല്ലത്. എല്ലാം നമ്മൾ ഒരേപോലെ കിടന്നാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നണ്ട. ഇത് കോൺസ്റ്റൻറ്റ് വെക്ടർ v1 ആണ്. അപ്പോൾ v1 ബൈ മോഡുലസ് ഓഫ് v1 എന്ന് കിട്ടും. വെലോസിറ്റി വെക്ടർ ബൈ മോഡുലസ് ഓഫ് വെലോസിറ്റി വെക്ടർ എന്ന് പറയുമ്പോൾ v1 ബൈ മോഡുലസ്. അപ്പം ഡി ടി നമ്മൾ ചെയ്താൽ v1 ബാർ എന്നുള്ള വെക്ടർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു 0 എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ഡി ടി ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു 0. Curvature kappa is equal to 1 by modulus of v bar of t into dt by dt, which is equal to 1 by modulus of v bar of t into 0, which is equal to 0. Therefore, curvature of a straight line is 0. The reason ഇതാണ്, അതും കൂടെ വേണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്താൽ മതി. Here, the unit tangent vector t bar is equal to v1 bar by modulus of v1 bar is a constant vector. v1 വന്നേക്കുന്നത് നമ്മൾ ആ c പ്ലസ് ടി v1 bar എന്ന് എടുത്തേക്കുന്നതുകൊണ്ടാണ്. ഞാൻ ആ മറ്റേതിനെ c പ്ലസ് ടി v1 ആക്കിയത് കൊണ്ടാണ് ഇവിടെ v1 വന്നത്.
the unit tangent vector t bar is a constant vector. ഇതൊരു കോൺസ്റ്റൻറ്റ് വെക്ടർ v1 ബാർ ബൈ മോഡുലസ് ഓഫ് v1 ബാർ എന്ന് പറയുന്നത്. അല്ലാതെ ടി ഇല്ല. ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ ദാറ്റ് ഓൾവേസ് പോയിൻറ്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ ദാറ്റ് ഓൾവേസ് പോയിൻറ്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. Therefore dt by dt is equal to 0. Hence the curvature is 0. Hence the curvature is 0. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് കർവേച്ചറിന് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഫൈൻഡ് ദി കർവേച്ചർ ഓഫ് എ സർക്കിൾ. ഫൈൻഡ് ദി കർവേച്ചർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് എ. അപ്പോൾ നമുക്ക് ആദ്യം സർക്കിൾ ഓഫ് റേഡിയസ് എ കൺസിഡർ അല്ലേ. സർക്കിൾ ഓഫ് റേഡിയസ് എയുടെ ഫോം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ടി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π എടുത്താൽ ഫുൾ സർക്കിൾ കിട്ടിയാലേ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ നോക്കിയാൽ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ കിട്ടും. 0 തൊട്ട് 2π വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ സർക്കിൾ കിട്ടും. Therefore the parametric equation of the circle is a cos t I plus a sin t j plus 0 okay 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അപ്പം നമുക്ക് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? വെലോസിറ്റി വെക്റ്റർ വി ബാർ ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ കിട്ടും. ദ വെലോസിറ്റി വെക്റ്റർ വി ബാർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടിയുടേത് മൈനസ് എ സൈൻ ടി, എ സൈൻ ടിയുടേത് എ കോസ് ടി. ഇനി നമുക്കതിൻ്റെ മോഡുലസ് കാണാം. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഈക്വൽ ടു എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി, എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി സ്ക്വയർ റൂട്ട്. അപ്പം നമ്മൾക്ക് എ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി സ്ക്വയർ റൂട്ടിന്. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 1 ഈക്വൽ ടു എ. Therefore unit tangent vector t bar is equal to v bar of t by modulus of v bar of t. അപ്പോൾ നമുക്ക് കർവേച്ചർ കാണുകയാണെങ്കിൽ ടി ബാർ വേണം, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഇപ്പോട്ട് ചെയ്താൽ മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് ഡിവൈഡഡ് ബൈ എ എന്ന് വരും. മോഡുലസ് ഓഫ് വി എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ അത് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ എന്ന് വരും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡി ടി ബൈ ഡി ടി, ടാൻജൻറ്റ് വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡി ടി ബൈ ഡി ടി. അപ്പോൾ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് സൈൻ ടി എ ചെയ്യുമ്പോൾ മൈനസ് കോസ് ടി എ, കോസ് ടി എ ചെയ്യുമ്പോൾ മൈനസ് സൈൻ ടി ജെ എന്ന് വരും. ഇനി നമുക്കതിൻ്റെ മോഡുലസ് കാണാം. മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കോസ് മൈനസ് കോസ് ടി ചെയ്ത് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി വിച്ച് ഈസ് ഈക്വൽ ടു 1. ദ കർവേച്ചർ കാപ്പ ഈസ് ഈക്വൽ ടു 1 ബൈ മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ മോഡുലസ് ഓഫ് വി ബാർ എന്ന് പറയുന്നത് 1 ബൈ എ ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എ. അപ്പം അതെന്താണ് നമുക്ക് കിട്ടിയത്? കർവേച്ചർ എന്ന് പറയുന്നത് 1 ബൈ റേഡിയസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പം കർവേച്ചർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 1 ബൈ റേഡിയസ് ഓഫ് ദി സർക്കിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കർവേച്ചർ ഓഫ് എ സർക്കിൾ ഈസ് 1 ബൈ എ. അപ്പം നമുക്ക് അതെന്താ കിട്ടിയത്? അത് കർവേച്ചർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 1 ബൈ റേഡിയസ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ കർവേച്ചറിൻ്റെ 2 പ്രോബ്ലവും നമ്മൾ ചെയ്തത് പ്ലെയിൻ കർവ്, അതായത് പ്ലെയിൻ കർവ് എന്ന് പറയുമ്പോൾ അത് 2 ഡയമെൻഷനിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഐ കമ്പോണൻറ്റും ജെ കമ്പോണൻറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നോട്ടിനകത്ത് നമ്മുടെ കർവേച്ചർ ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് നോർമലിൻ്റെയും ഡെഫിനിഷൻ കഴിഞ്ഞിട്ടാണ് കർവേച്ചർ ആൻഡ് നോർമൽ വെക്ടേഴ്സ് ഫോർ സ്പേസ് കർവ് എന്നുള്ള ഹെഡിങ് വരുന്നത്. എങ്കിലും ഞാൻ നോർമലിന് മുമ്പ് തന്നെ ആ കർവേച്ചർ ഫോർ സ്പേസ് കർവ് എന്താണെന്ന് പറയുന്നത്. അപ്പം ഒരു സ്മൂത്ത് കർവ് ഇൻ സ്പേസ് എന്ന് പറയുമ്പോൾ അത് 3 ഡയമെൻഷനാണ്. പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓർക്കേണ്ട കാര്യം, പ്ലെയിൻ ആകുമ്പം 2 ഡയമെൻഷനും സ്പേസ് ആകുമ്പം 3 ഡയമെൻഷനുമാണ്.
അപ്പം പ്ലെയിൻ കർവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഐ കമ്പോണൻറ്റും ജെ കമ്പോണൻറ്റും മാത്രമേ കാണൂ. സ്പേസ് കർവ് ആവുക അതിന് ഐ കമ്പോണൻറ്റും ജെ കമ്പോണൻറ്റും കെ കമ്പോണൻറ്റും കൂടെ കാണും എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഓർക്കേണ്ട കാര്യം പ്ലെയിനിലെ അതേ ഫോർമുല തന്നെയാണ് സ്പേസ് കർവിലെയും കർവേച്ചറിന് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കർവേച്ചർ പറഞ്ഞുകൊണ്ട് ഞാൻ കർവേച്ചർ മാത്രം ഇപ്പോൾ പറയുവാണ്. അപ്പോൾ കർവേച്ചറിൻ്റെ ഫോർമുല നമ്മൾ പ്ലെയിൻ കർവ് പഠിച്ചു. കർവേച്ചറിനെ കാപ്പ എന്നുള്ള നൊട്ടേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ്. അപ്പോൾ നമ്മളത് ഇൻ ടേംസ് ഓഫ് ഡി ടിയിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ അത് 1 ബൈ മോഡുലസ് ഓഫ് വി ബാർ ഇൻറ്റു ഡി ടി ബൈ ഡി ടി. ഇതാണ് നമ്മൾ പഠിച്ച ഫോർമുല, മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി. ഇതാണ് കർവേച്ചറിന് നമ്മൾ പ്ലെയിൻ കർവിൽ പഠിച്ച ഫോർമുല. അതേ സെയിം ഫോർമുല നമുക്ക് സ്പേസ് കർവിന് യൂസ് ചെയ്യാം. അപ്പം ആർ ബാർ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്പേസ് കർവിന് പൊസിഷൻ വെക്ടർ, അതായത് ഉള്ളൂ ആകെ വ്യത്യാസം. അപ്പോൾ അതിനകത്ത് ഐ കമ്പോണൻറ്റും ജെ കമ്പോണൻറ്റും കെ കമ്പോണൻറ്റും കാണും എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആർ ബാർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് കർവിൻ്റെ പൊസിഷൻ വെക്ടർ ആണെങ്കിൽ ആ സ്പേസ് കർവിൻ്റെ കർവേച്ചർ എന്ന് പറയുന്നത് കാപ്പ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ മോഡുലസ് ഓഫ് വി ബാർ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യുന്നത് ഹെലിക്സിൻ്റെ പ്രോബ്ലമാണ്. ഹെലിക്സ് എന്ന് പറയുമ്പോൾ അത് 3 ഡയമെൻഷണൽ സ്പേസിലെ ഒരു കർവാണ്. അപ്പോൾ അതൊരു സ്പേസ് കർവാണ്. അതിൻ്റെ കർവേച്ചർ എങ്ങനെ കാണാമെന്നുള്ളതാണ് നമ്മൾ അടുത്തത് കാണുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, find the curvature of the helix. Find the curvature of the helix. R bar of t equal to a cos t I plus a sin t j plus b t k, where a comma b greater than or equal to 0, a square plus b square not equal to 0. Find the curvature of the helix. R bar of t equal to a cos t I plus a sin t j plus b t k, a comma b greater than or equal to 0, a square plus b square not equal to 0. നമുക്ക് ആദ്യം അതിൻ്റെ വെലോസിറ്റി വെക്ടർ വി ബാർ ഓഫ് ടി കാണണം. ഈക്വൽ ടു മൈനസ് ഫോർമുല ആദ്യം എഴുതിയേക്കാം, ഡി ആർ ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എ സൈൻ ടി ഐ, കോസിൻ്റെത് മൈനസ് സൈൻ, എ സൈൻ്റേത് എ കോസ് ടി ജെ, ബി ടിയുടേത് ബി കോൺസ്റ്റൻ്റ് ആണ്, ടിയുടെ ഡെറിവേറ്റീവ് 1, അപ്പം ബി കെ എന്ന് വരും. ഇനി നമുക്ക് മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി വേണം. സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് ബി സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് റൂട്ട് ബി സ്ക്വയർ എന്ന് വരും. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. therefore t bar is equal to v bar by modulus of v bar. v bar എന്ന് പറയുന്ന മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് ബി കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റിയല്ല കേട്ടോ. അപ്പം ടി ബാർ കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? കർവേച്ചറാണ്. അപ്പം കർവേച്ചറിൻ്റെ ഫോർമുലയും കൂടെ നമ്മൾ എഴുതണം. കർവേച്ചർ കാപ്പ ഈസ് ഈക്വൽ ടു 1 ബൈ മോഡുലസ് ഓഫ് വി ബാർ. ഇതുകൊണ്ടാണ് ഇവിടെ മോഡുലസ് ഓഫ് വി ബാർ ഒക്കെ ഡിനോമിനേറ്ററിൽ വരുന്നത് കൊണ്ടാണ് ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ. അപ്പം ഡിനോമിനേറ്റർ നോൺ സീറോ ആയതുകൊണ്ട് ഡിഫൈൻഡ് ആണ്. 1 ബൈ മോഡുലസ് ഓഫ് വി ബാർ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി ആണ്. അപ്പം നമുക്കിനി 1 ബൈ മോഡുലസ് ഓഫ് വി ബാർ കണ്ടുപിടിക്കാം. ഡി ടി ബൈ ഡി ടി ആണ് ഇനി വേണ്ടത്. മോഡുലസ് ഓഫ് വി ബാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഡി ടി ബൈ ഡി ടി ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ടി ബാർ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എ സൈൻ ടി ഐ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഐ പ്ലസ് എ കോസ് ടി ജെ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി ബൈ, അപ്പം നമുക്ക് 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ബാക്കിയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം മൈനസ് എ സൈൻ ടിയുടേത് മൈനസ് എ കോസ് ടി ഐ, അടുത്തത് എ കോസ് ടി ആണ്. അപ്പം മൈനസ് എ സൈൻ ടി ജെ പ്ലസ് ബി കെ. ബി കെയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 വരും. ബിയുടെ ഡെറിവേറ്റീവ് 0, അപ്പോൾ 0k. ഇത്രയാണ് ഡെറിവേറ്റീവ് വരുന്നത്. ഇത് കോൺസ്റ്റൻറ്റ് നമ്മൾ പുറത്തെടുത്തു. അപ്പം നമുക്ക് മൈനസ് എ കോസ് ടി ഐ മൈനസ് എ സൈൻ ടി ജെ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് ഇതിൻ്റെ മോഡുലസും കൂടെ കാണാം. മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി നമുക്ക് കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ കോസ് ടി ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെയാണ് ഫസ്റ്റ് ടേം. ഐ കമ്പോണൻ്റ് എന്ന് പറയുന്നത്
മൈനസ് എ കോസ് ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് മൈനസ് ഇത് മൈനസ് ഉണ്ട് മൈനസ് എ സൈൻ ടി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോമൺ ആണ്. അപ്പം ന്യൂമറേറ്ററിൻ്റെ അകത്ത് എ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. Therefore, kappa is equal to, the curvature kappa is equal to 1 by modulus of V bar into modulus of dt by dt. 1 by root of a square plus b square into square root of a square by a square plus b square. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയറിനെ നമുക്ക് എ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ, ഇനി രണ്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൂടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ദെർഫോർ നമുക്ക് എന്താ കിട്ടിയത്? ദ കർവേച്ചർ കാപ്പ ഓഫ് ദി ഹെലിക്സ് ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പോൾ ഇവിടെ നമ്മൾ എ ഫിക്സ് ചെയ്തിട്ട് ബി കൂട്ടുവാണെങ്കിൽ കർവേച്ചർ എന്നാ ചെയ്യും? കുറയുമല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എ ഫിക്സ് ചെയ്തു, എ നമ്മളൊരു 5 എന്ന് ഫിക്സ് ചെയ്തു, എന്നിട്ട് ബി കൂട്ടിക്കഴിയുമ്പം ഈ ഡിനോമിനേറ്റർ കൂടുന്നത് കൊണ്ട് ഈ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? കുറഞ്ഞു വരും. ഇനി എ നമ്മൾ ഡിക്രീസ് ചെയ്താലോ? ബി കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് എ ആണ് നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പം എ ബൈ എ സ്ക്വയർ എന്നുള്ളത് 1 ബൈ എ ഫോമിൽ വരും. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്യുവാണ് വരുന്നത്. അതുകൂടെ നോട്ടായിട്ട് എഴുതിക്കോ. From this equation, from this equation we see that increasing b for a fixed a decreases the curvature. Increasing b for a fixed a decreases the curvature. അതായത് നമ്മളിപ്പം ഇതിനിപ്പം ഒരു 5 പ്ലസ് 5 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇട്ടേക്കുക, ഞാൻ പറഞ്ഞു തന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ അത് ബി മാത്രം ഇൻക്രീസ് ചെയ്താൽ ബി കൂടുമ്പം ഈ ഡിനോമിനേറ്റർ കൂടുമ്പോൾ ഈ ഫ്രാക്ഷൻ കുറയും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസിങ് ബി ഫോർ എ ഫിക്സഡ് എ ഡിക്രീസസ് ദ കർവേച്ചർ. ഡിക്രീസിങ് എ, അടുത്തത് സെൻറ്റൻസ് ആയിട്ട്, ഡിക്രീസിങ് എ ഫോർ എ ഫിക്സഡ് ബി eventually decreases the curvature as well. എ നമ്മൾ വേരി ചെയ്യുക, എ ഡിക്രീസ് ചെയ്യുമ്പം ബി ഇത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇത് നമ്മൾ എ ബൈ എ സ്ക്വയർ പ്ലസ് സം 5 സ്ക്വയർ ഫോമില. അപ്പോൾ എ കുറയും തോറും ഈ ഫ്രാക്ഷൻ എ ബൈ എ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്നുള്ളത് കുറയുമല്ലേ ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഡിക്രീസിങ് എ ഫോർ എ ഫിക്സഡ് ബി eventually decreases the curvature as well. അടുത്ത ലൈനിൽ ഒരു സെൻറ്റൻസും കൂടി എഴുതണം. If b is equal to 0, the helix reduces to a circle of radius a. If b is equal to 0, the helix reduces to a circle of radius a and its curvature reduces to 1 by a. ബി 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? കർവേച്ചർ എ ബൈ എ സ്ക്വയർ ഫോമിൽ വരികയല്ലേ. എ ബൈ എ സ്ക്വയർ പ്ലസ് 0 ആകുമ്പം അത് 1 ബൈ എ ആയിട്ട് മാറും. നമ്മൾ കണ്ടു അത് സർക്കിളിൻ്റെ ഇതായിട്ട് മാറിയല്ലേ. നമ്മൾ ബി 0 വരുമ്പം നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, ആർ ബാർ ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ഡി ജെ ആയിട്ട് മാറും. അപ്പോൾ അത് സർക്കിളായിട്ട് മാറും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇഫ് ബി ഈക്വൽ ടു 0, ദ ഹെലിക്സ് റെഡ്യൂസസ് ടു എ സർക്കിൾ ആൻഡ് ഇസ് കർവേച്ചർ റെഡ്യൂസസ് ടു 1 ബൈ എ. ഇഫ് എ ഈസ് ഈക്വൽ ടു 0 എന്ത് സംഭവിക്കും? എ 0 ആയി പോകുമ്പം ആർ ബാർ ഓഫ് ടി എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിട്ട് മാറും? ബി ടി കെ എന്ന് വരും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ? ഇസഡ് ആക്സിസിൽ മാത്രമുള്ള ഒരു
സ്ട്രെയിറ്റ് ലൈൻ ഒരു ഇത് ഇസഡ് ആക്സിസ് ആയിട്ടാണ് ഇസഡ് ആക്സിന് പാരലായിട്ട് വരുന്നത്. അപ്പോൾ അവൻ്റെ ഹെലിക്സ് അതൊരു സ്ട്രെയിറ്റ് ലൈനായി ബി ടി കെ എന്ന് പറയുമ്പോൾ ബി കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ടി മാറുന്നതനുസരിച്ച് ഇതൊരു കോൺസ്റ്റൻറ്റ് ലൈനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താ പറയാം, ബി ടി കെ എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് ലൈൻ ആയതുകൊണ്ട് അതിൻ്റെ കർവേച്ചർ 0 ആയിരിക്കും. അതുതന്നെയാണ് നമ്മൾ A0 വരുമ്പോൾ A/A² + B² 0 ആയി വരുമല്ലോ. ഇഫ് A is equal to 0, the helix becomes the Z axis and the curvature reduces to 0. If A equal to 0, the helix becomes the Z axis and its curvature reduces to 0. അപ്പം അതിൻ്റെ പൊസിഷൻ വെക്ടർ ബി ടി കെ എന്നാകും. ബി ടി കെ എന്ന് പറയുന്നത് ഇസഡ് ആക്സിൻ്റെ ഇക്വേഷനാണ്. ഇസഡ് ആക്സിൻ്റെ കാരണം എക്സ് ടേമും വൈ ടേമും ഇല്ലല്ലോ. അപ്പോൾ അത് ഇസഡിൽ മാത്രം ഉള്ളതാകുമ്പോൾ ഇസഡിൻ്റെ ഇക്വേഷനായിട്ട് മാറി ഇസഡ് ആക്സിലാകുമ്പോൾ അതിൻ്റെ കർവേച്ചർ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ 0 നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച A² + A² + B² അകത്ത് എക്ക് 0 കൊടുക്കുമ്പോൾ കർവേച്ചർ നമുക്ക് 0 എന്ന് കിട്ടും.